ഒരു വ്യാഴവട്ടക്കാലം മഴ പെയ്യില്ല എന്ന് ഇന്ദ്രശാപം ലഭിച്ച ഒരു കാർഷിക ഗ്രാമം. ശാപമോക്ഷത്തിനായി ഗ്രാമീണർ ഒന്നടങ്കം ഇന്ദ്രനോട് പ്രാർത്ഥിച്ചു. പരമശിവൻ തന്റെ ഢമരു മുഴക്കിയാൽ ശാപമോക്ഷം ലഭിക്കുമെന്നായി ഇന്ദ്രൻ. ഗ്രാമീണർ പരമശിവനോട് പ്രാർത്ഥിച്ചു. എന്നാൽ ഒരു കാരണവശാലും ശാപമോക്ഷം കൊടുക്കരുതെന്ന ഇന്ദ്രന്റെ അപേക്ഷയുണ്ടായിരുന്നതിനാൽ പരമശിവന് അവരെ നിരാശരാക്കേണ്ടി വന്നു. വിധിയെ പഴിച്ച് ഗ്രാമീണർ മടങ്ങിപ്പോയി. എന്നാൽ അവരിലൊരു കർഷകൻ എല്ലാ ദിവസവും നിലമൊരുക്കുകയും വിത്തെറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. 12 വർഷം കഴിഞ്ഞ് വരുന്ന മഴയ്ക്ക് ഇപ്പോഴേ എന്തിനാണ് നിലമൊരുക്കുന്നതെന്ന് ചോദിച്ച് ബാക്കിയുള്ളവർ അയാളെ കളിയാക്കി. ആ കർഷകൻ മറുപടി പറഞ്ഞു, 12 വർഷം പാടത്ത് പണിയെടുക്കാതിരുന്നാൽ ഞാൻ കൃഷിപ്പണി തന്നെ മറന്നുപോകും. അതുകൊണ്ടാണ് ഞാൻ നിലമൊരുക്കി വെക്കുന്നത്. ഈ കാഴ്ച കണ്ട പാർവതി ദേവിക്കും ഒരു സംശയമുണ്ടായി. അവർ പരമശിവനോട് ചോദിച്ചു, 12 വർഷം ഢമരു മുഴക്കാതിരുന്നാൽ അവിടുന്ന് ഢമരുവായന മറന്നുപോകില്ലേ? സംശയം തോന്നിയ പരമശിവൻ തന്റെ ഢമരു മുഴക്കി നോക്കി. ഉടൻ തന്നെ ആ ഗ്രാമത്തിൽ മഴ പെയ്തു. നിലമൊരുക്കി വിത്തെറിഞ്ഞ് കാത്തിരുന്ന കർഷകന് ഏറെ താമസിയാതെ വിളവ് ലഭിച്ചു. എന്നാൽ ബാക്കിയുള്ളവർക്ക് പിന്നെയും ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്നു. നമ്മുടെ കഴിവുകളെ മിനുക്കിയെടുത്ത് പ്രതീക്ഷയോടെ പ്രയത്നിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്നു.